ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു പെസഹ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി എല്ലാം കുതിർത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് വറുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, പച്ച ചുവക്കണ്ടെന്നുള്ള ഇതുകൊണ്ട്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം. ഏലക്കായ വേണ്ടിക്കിലെടുക്കാം അതിൻ്റെ ഒരു ടേസ്റ്റിന്. ജീരകത്തിൻ്റെ മണം അധികം ഇഷ്ടമല്ലാത്തവർക്ക് എല്ലാവരും എടുക്കുമെന്നറിയില്ല. ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായ പൊട്ടിച്ചിട്ട് അതിൻ്റെ അരി എടുത്തിട്ടുണ്ട്, തോലെടുത്തിട്ടില്ല. അപ്പം ഞാനിത് അരക്കട്ടെ. ആദ്യം നമുക്ക് പച്ചരി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് ഞാൻ വരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് അരച്ചെടുത്തിട്ട് വരുന്നു, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് അരി അരച്ച് കൊണ്ടുവന്നു. ഇനി അടുത്ത് ഉഴുന്നരച്ചിട്ട് കൊണ്ടുവരട്ടെ. എല്ലാം നല്ല വേറെ തന്നെയാണ് അരക്കുന്നത്. ഉഴുന്ന് വേറെ, അരി വേറെ, അങ്ങനെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും അരച്ച നല്ല മണം, വറുത്ത് ഉഴുന്നായത് കാരണം നല്ല അടിപൊളി ഒരു മണമുണ്ട്. അപ്പം അപ്പത്തിനും ആ രുചി കൂടും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരുന്നു. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രമേ ഇതിനും ഒഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഉഴുന്നും കൂടി അരച്ചെടുത്തിട്ട് വരുന്നേ. ഇപ്പോൾ ഇതാ ഉഴുന്ന് അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചുവപ്പ് കളറ് വറുത്ത കൊണ്ടാണേ. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ടെടുത്തിട്ട് വരാം. തേങ്ങ ഇതേപോലെ പേസ്റ്റ് പോലെ അരക്കുന്നില്ല, ഒന്ന് ഒതുക്കിയ പോലെ. ഇപ്പം അതും കൂടി അരച്ചെടുത്തിട്ട് വരുന്നേ, എന്നിട്ട് കാണിച്ചു തരാം. തേങ്ങേൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഈ ഉള്ളി, ജീരകം, ഈ ഒരു ചെറിയൊരു ഏലക്കായയും കൂടി എടുത്തിട്ടില്ലേ, അതും കൂടി എടുത്തു. എന്നിട്ട് ഞാൻ അരച്ചിട്ട് വരുന്നു. അപ്പം ഇതാ ഗൈസ്, തേങ്ങയും കൂടി അരച്ചിട്ടെടുത്തിട്ടുണ്ട്. അധികം അരിഞ്ഞിട്ടില്ല, ഒന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പം അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ മണം എല്ലാം ഉണ്ട്, നല്ല അടിപൊളിയാണ്. എന്നിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തു. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം നമുക്ക്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വെച്ച പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ തടവി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവിക്ക് വെക്കുക ചെയ്യാം.
ഒരു തരിയോടി ഉപ്പ് ഇടുന്നുണ്ട്. കുറഞ്ഞു പോയാലും ഉപ്പ് നോക്കൂല പോലും, അങ്ങനെയാണ് അതിൻ്റെ കണക്ക് എന്നാണ് ഇവരെ ഇതിൽ പറയുന്നത്. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല, ഞാനേതായാലും നോക്കി, മറ്റല്ലാണ്ട് എനിക്ക് മനസ്സിലാവില്ല. ഇതാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആ പാത്രത്തിലാണ് വെളിച്ചെണ്ണ തടവിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. നേരെ പകുതി ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് പകുതി ആയി കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കലും കൂടി നമുക്കാക്കാം. ഇതാ, ഇനി ഇത് ആവിക്ക് വെക്കട്ടെ. അപ്പോൾ ഞാനിത് ആവിക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഈ ചെമ്പിലാണ് ഇത് വെക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചു. ഇനി അത് അടച്ച് വെക്കട്ടെ. ഇത് ഗൈസ് അടച്ച് വെച്ചു. ഇനി നമുക്കിതായിട്ട് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങട്ടെ. അപ്പോൾ ഇതാ ഗൈസ് ആയിട്ടുണ്ട്. ഇത് ചൂട് തണിയാണ്ട് ഇപ്പം ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ചൂട് തണിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ പെസഹ അപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പാണ്. അപ്പോൾ വീണ്ടും നമുക്കടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഓക്കേ, ബൈ.